ഹലോ ഗൈസ്, വെൽക്കം ടു അവീസ് ഫൈനാൻഷ്യൽ ഫോക്കസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ഇൻകം എന്താണെന്നുള്ളതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതിന്റെ യൂസ് എന്താണെന്ന് നമുക്കറിയാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നതാണ് ബിസിനസ്സുകൾ. എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു എന്നുള്ളത് കമ്പനി, അത് വർഷം എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു, കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്. ഇതൊക്കെ ഒരു എന്താണ് പറയുക, ഫണ്ടമെന്റലിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നതിന്റെ ഫോർമുല എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ടോട്ടൽ റവന്യൂ മൈനസ് നമ്മുടെ ടോട്ടൽ എക്സ്പെൻസസ്. എത്ര എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എല്ലാം, അതിൽ ഡെപ്രിസിയേഷൻ, അമർട്ടൈസേഷൻ, ടാക്സ്, എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടോ അതെല്ലാം നമ്മൾ മൈനസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം ഒരു 5 lakh ആണ് നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മൈനസ് ചെയ്യുന്നു 4 lakh. നമ്മുടെ 4 lakh ആണ് എക്സ്പെൻസ് വന്നത്. അപ്പൊ നമുക്ക് 1 lakh എന്ന് പറയുന്നതാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. ഇനി ഇത് തന്നെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ നമ്മൾ എങ്ങനെ കണക്ക് കൂട്ടും? അപ്പൊ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് മാർജിനും അറിയണമല്ലോ, പെർസെന്റേജിൽ എത്രയാണ് നമുക്ക് നല്ല പ്രോഫിറ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് ഇൻകം എത്ര വന്നോ ഡിവൈഡഡ് ബൈ ടോട്ടൽ റവന്യൂ. നെറ്റ് ഇൻകം നമുക്ക് എത്ര ഉണ്ടായിരുന്നു? 1 lakh ആയിരുന്നു. അപ്പൊ 1 lakh ഡിവൈഡഡ് ബൈ നമ്മുടെ 5 lakh. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 0.2% ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 0.2% എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് പെർസെന്റേജിൽ കൺവേർട്ട് ചെയ്യണം. 0.2% എന്ന് പറയുമ്പോൾ 20 ആണ് നമ്മുടെ പെർസെന്റേജ് വരുന്നത്. അപ്പൊ ഈ 20 എന്ന് പറയുന്നത് നല്ല പ്രോഫിറ്റ് മാർജിൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, ഓഫ് കോഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10ന് മുകളിലുള്ള പ്രോഫിറ്റ് മാർജിൻസ് എല്ലാം നല്ലതാണ്. 10 ആണ് കൺസിഡേർഡ് ഗുഡ് പറയുന്നത്. 20 എന്ന് പറയുന്നത് അതിനേക്കാളും ബെറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ 10% ഉണ്ടോ, 20% ഉണ്ടോ, കൺസിസ്റ്റന്റ് ആയിട്ട് തരുന്നുണ്ടോ കമ്പനി, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 5 മാർജിനൊക്കെ ആണെങ്കിൽ ഭയങ്കര ലോ മാർജിനാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം എപ്പോഴും. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.